ബാംഗ്ലാദേശ് എന്ന് കേട്ടാൽ 1971 ഇന്ത്യ പാകിസ്ഥാൻ വാർ ഓർമ്മ വരും. അതിനുശേഷം പിറന്നു വീണ പുതിയൊരു രാജ്യം ഷെയ്ഖ് മുജിബുർ റഹ്മാനെ ഓർമ്മ വരും, ദ ഫാദർ ഓഫ് ബാംഗ്ലാദേശ്. ഷെയ്ഖ് മുജിബുർ റഹ്മാനെ ഓർക്കുമ്പോൾ ഉറപ്പായിട്ടും അദ്ദേഹത്തിൻ്റെ മകളായ ഷെയ്ഖ് ഹസീനയെ ഓർമ്മ വരും. ദീർഘകാലം ബാംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനയെക്കുറിച്ചാണ് ഈ വീഡിയോ. ഈ അടുത്ത് ബാംഗ്ലാദേശിലെ ഇന്റർനാഷണൽ ക്രൈംസ് ട്രിബ്യൂണൽ ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ചു. അപ്പോൾ നിങ്ങൾ ആ കോടതി രംഗങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കറിയാം, ആ കോടതിയിൽ വധശിക്ഷ വിധിക്കുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം ആൾക്കാരും കൈയടിച്ചാണ് അത് സ്വീകരിച്ചത്. സോ എന്തുകൊണ്ടാണ് ഷെയ്ഖ് ഹസീന കൊല്ലപ്പെടണം അല്ലെങ്കിൽ വധിക്കപ്പെടണം എന്ന് ഇത്രയും അധികം ബാംഗ്ലാദേശികൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിനൊരു ചരിത്രമുണ്ടാവും. ശരിക്കും ഷെയ്ഖ് ഹസീന വധിക്കപ്പെടേണ്ട ഒരാൾ തന്നെയാണോ? ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ നമുക്ക് ഷെയ്ഖ് ഹസീനയുടെ ഈ കോടതി വേർഡിക്റ്റിനെ കുറിച്ചിട്ടും എന്തുകൊണ്ടായിരിക്കും ഷെയ്ഖ് ഹസീന ഇത്രയും വെറുക്കപ്പെട്ടത്, അതിൽ ബാംഗ്ലാദേശിൻ്റെ കുറച്ച് ചരിത്രമുണ്ട്. അത് നമുക്ക് ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ ഡിസ്കസ് ചെയ്യാം. ഐ എം അർജുൻ ആർ ശങ്കർ ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു IAS ഫാക്ടേഴ്സ് കോണ്ടെക്സ്റ്റ്. ബാംഗ്ലാദേശിലെ ഇന്റർനാഷണൽ ക്രൈംസ് ട്രിബ്യൂണൽ എന്ന് പറയുന്ന ICT എന്ന് പറയുന്ന ഈ ഒരു ഈ ഒരു കോടതി ഷെയ്ഖ് ഹസീനയെ വധശിക്ഷ വിധിക്കുമ്പോഴും സെൻറ്റൻസ് ഇൻ ആബ്സെൻഷ്യയാണ്. കാരണം അവിടെ ആ വ്യക്തി ട്രയൽ നേരിടുന്ന സമയത്ത് പ്രസൻ്റ് അല്ല, അവിടെ ഇല്ലാത്ത സമയത്ത് ആണ് ഈ ഒരു വിധി നടത്തിയിരിക്കുന്നത്. ഇത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 2024 ജൂലൈ ഓഗസ്റ്റ് സമയത്ത് ബാംഗ്ലാദേശിൽ നടന്ന വിദ്യാർത്ഥികൾ നടത്തിയ പ്രൊട്ടസ്റ്റ് ഉണ്ട്. ജൂലൈ അപ്രൈസിംഗ് അല്ലെങ്കിൽ ജൂലൈ ജെനോസൈഡ് എന്ന് വിളിക്കപ്പെടുന്ന ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇതിൽ കൊല്ലപ്പെട്ടത്. അതിൽ കൂടുതലും വിദ്യാർത്ഥികളായിരുന്നു. വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങി പ്രൊട്ടസ്റ്റ് ചെയ്തപ്പോൾ ഷെയ്ഖ് ഹസീനയുടെ ഗവൺമെൻറ് വളരെ ശക്തമായി വയലൻ്റ് ആയിട്ടാണ് ഇവരെ അടിച്ചമർത്തിയത്. അതിൽ ഒരുപാട് വയലൻസ് ഉണ്ടായിരുന്നു. അഷൂലിയ എന്ന് പറയുന്ന സ്ഥലം, ധാക്കയ്ക്ക് അടുത്തുള്ള സ്ഥലത്ത് ഒരു വിക്ടിമിനെ ജീവനോടെയാണ് ഇവർ തീയിട്ടത്. അപ്പോൾ ഹെലികോപ്റ്ററും ഡ്രോണും എന്തൊക്കെ മെത്തേഡ്സ് ഉപയോഗിക്കാമോ ഇതെല്ലാം ഉപയോഗിച്ചിട്ടാണ് ഇവർ ഈ വയലൻസ് ഉണ്ടായത്. അപ്പോൾ ഈ വയലൻസിന് കാരണക്കാരി ആയതുകൊണ്ട് തന്നെയാണ് ഇവർ ഒരുപാട് ഈ ഒരു വധശിക്ഷ ഇതിൽ വിധിക്കാൻ കാരണം. ഇവരുടെ പാസ്റ്റ് ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവരുടെ പ്രവൃത്തികൾ അനലൈസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരുപാട് കാരണങ്ങളുണ്ട് ഇവരെ വധശിക്ഷയ്ക്ക് വിധിക്കാനുള്ള കാരണങ്ങൾ ഏറെയാണ്. അപ്പോൾ ഇവരെ മാത്രമല്ല ഈ കോടതി ശിക്ഷ വിധിച്ചത്, ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന അന്നത്തെ ഹോം മിനിസ്റ്ററും അന്നത്തെ ഇൻസ്പെക്ടർ ജനറലിനും വധശിക്ഷ ഇവർ വിധിച്ചിരുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഷെയ്ഖ് ഹസീനയുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണെന്ന് ചോദിച്ചാൽ, ഷെയ്ഖ് ഹസീന ഇന്ത്യയിലാണ് റിസൈഡ് ചെയ്യുന്നത്. നിങ്ങളിൽ പല ആൾക്കാർക്കും അറിയുന്നൊരു കാര്യമായിരിക്കും. ബാംഗ്ലാദേശിൽ ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത് അവിടെ നിന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവർ കൊല്ലപ്പെടുമായിരുന്നു ബാംഗ്ലാദേശി മിലിറ്റൻസിൻ്റെ കൈകൊണ്ട്. അതുകൊണ്ട് അവർ ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യ ഒരു അസൈലം അവർക്ക് കൊടുത്തു. നമ്മൾ അസൈലം കൊടുത്തു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ മകൻ, ഷെയ്ഖ് ഹസീനയുടെ മകൻ സജീബ് വസദ് പറയുന്നത്, കൃത്യസമയത്ത് ഇന്ത്യ സഹായിച്ചില്ലായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി അവർ കൊല്ലപ്പെടുമായിരുന്നു. അതുകൊണ്ട് ഇന്ത്യയോട് എന്നും കടപ്പെട്ടിരിക്കും. ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് ഡെപ്യൂട്ട് ചെയ്തിട്ടുള്ള SPG സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിൻ്റെ സീക്രട്ട് ആയിട്ടുള്ള ഒരു അൺഡിസ്ക്ലോസ്ഡ് ലൊക്കേഷനിലാണ് ഷെയ്ഖ് ഹസീന സന്തോഷമായിട്ട് കഴിഞ്ഞു വരുന്നത്, സേഫ് ആയിട്ട് നിൽക്കുന്നതെന്ന് പറയപ്പെടുന്നു. ഇതിൻ്റെ ഇടയിൽ അവർ UK ഗവൺമെൻറ്റിനും പൊളിറ്റിക്കൽ അസൈലത്തിന് റിക്വസ്റ്റ് കൊടുത്തിരുന്നു, പക്ഷെ അതൊന്നും വർക്കൗട്ട് ആയില്ല. സോ ആസ് ഓഫ് നൗ അവർ ഇന്ത്യയിൽ തന്നെയുണ്ട്. അതുകൊണ്ടാണ് ബാംഗ്ലാദേശി മിനിസ്ട്രിയും ഒഫീഷ്യലൊക്കെ ഇന്ത്യ എടുത്ത് എക്സ്ട്രഡൈറ്റ് ചെയ്യാൻ പറയുന്നത്. എക്സ്ട്രഡൈറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അവരെ തിരിച്ച് ബാംഗ്ലാദേശിലേക്ക് വിട്ടുകൊടുക്കുക, അതായത് അവരുടെ ശിക്ഷ നടപ്പാക്കാൻ ഇന്ത്യ സഹായിക്കണമെന്ന് റിക്വസ്റ്റ് വയ്ക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യ ഇപ്പോഴും അവരെ കറൻ്റ്ലി, നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നവരെ അവരെ കറൻ്റ്ലി ഇന്ത്യയിൽ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ഇന്റർനാഷണൽ ക്രൈംസ് ട്രിബ്യൂണലിനെ കുറിച്ചും കൂടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. ശരിക്കും ഇതൊരു കോമ്പീറ്റൻ്റ് ഏജൻസി ആണോ ഇവരെ ശിക്ഷിക്കാനൊക്കെ? ഇതിൽ കുറേയൊക്കെ ബാംഗ്ലാദേശിൻ്റെ ചരിത്രവും നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. 1971 ഇന്ത്യ പാകിസ്ഥാൻ വാർ നടക്കുന്നു. ഇവർ ലിബറേഷൻ സമയം ആഘോഷിക്കുന്ന ഒരു സമയം. 1973 കഴിഞ്ഞ് ബാംഗ്ലാദേശ് എന്ന് പറയുന്ന പുതിയ രാജ്യം വന്നതിന് ശേഷം ഈ ഒരു സ്പെഷ്യൽ ഡൊമസ്റ്റിക് ക്രൈം ട്രിബ്യൂണൽ ഉണ്ടാക്കിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഈ ഒരു ലിബറേഷൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ആൾക്കാർ കൊല്ലപ്പെട്ടു, ജെനോസൈഡുകൾ നടന്നു, കൂട്ടക്കൊലകൾ നടന്നു. ഈ ക്രൈംസ് എല്ലാം നടത്തിയ ആൾക്കാരെ പിന്നീട് ട്രൈ ചെയ്യാനും പിന്നീട് ഇവരെ ശിക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സ്പെഷ്യൽ ട്രിബ്യൂണലാണിത്. അങ്ങനെയാണ് ഈ ഇന്റർനാഷണൽ ക്രൈം ട്രിബ്യൂണൽ വരുന്നത്. 1973 ശേഷം ഈ ഒരു ട്രിബ്യൂണലാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ചത്. ഇതിൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ജീവിതത്തിൽ കർമ്മ എന്ന് പറയുന്നത് നമ്മളെ വേട്ടയാടും എന്ന് പറയുന്ന പോലെ ഈ ട്രിബ്യൂണൽ ഉപയോഗിച്ചിട്ട് ഷെയ്ഖ് ഹസീന
ബാംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാരെ ഈ ട്രിബ്യൂണൽ വെച്ചിട്ട് തന്നെ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുണ്ട്. അതേ ട്രിബ്യൂണൽ തന്നെയാണ് ഷെയ്ഖ് ഹസീനയ്ക്കും വധശിക്ഷ വിധിച്ചത്. അപ്പോൾ ഇത് ആ കാലഘട്ടത്തിൽ എന്തിനാണ് ഷെയ്ഖ് ഹസീന ഇത് ഉപയോഗിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ബാംഗ്ലാദേശിലുള്ള പ്രധാനപ്പെട്ട ഒപ്പോസിഷൻ പാർട്ടീസ്, ബാംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി, BNP, ജമാഅത്ത് ഇസ്ലാമി, JI, ഇങ്ങനത്തെ കുറേ പാർട്ടികളിൽ ബന്ധപ്പെട്ട് ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ സംസാരിച്ച ആൾക്കാരെ എല്ലാം ഈ വാർ ക്രൈമിൽ ബന്ധപ്പെടുത്തി ഈ ട്രിബ്യൂണൽ ഉപയോഗിച്ച് ഷെയ്ഖ് ഹസീന ഒരുപാട് പേരെ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുണ്ട്. സോ ഈ ട്രിബ്യൂണൽ അതുകൊണ്ട് തന്നെ ഇവിടെ കർമ്മ എന്ന് പറയുന്ന ഒരു തരത്തിലും വളരെ പ്രസക്തമാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യ ബാംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം കൊടുക്കുന്ന ചോദിച്ചാൽ, അസൈലം കൊടുക്കുന്ന ചോദിച്ചാൽ, അതിലൊരു പഴയ ചരിത്രം കൂടെ ഉണ്ട്. കാരണം ബാംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സഹായിച്ചത് ഇന്ത്യയാണ്. അതൊരു ഷെയ്ഖ് മുജിബുർ റഹ്മാൻ ആൻഡ് ഫാമിലിയോടുള്ള പഴയ ഒരു സ്നേഹം എന്നുള്ളതും കൂടെ കണക്കാക്കാം. പിന്നെ ഷെയ്ഖ് ഹസീന ബാംഗ്ലാദേശിലെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് ഇന്ത്യക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. അതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ത്രിപുരയിൽ നിന്നും കൊൽക്കത്തയിൽ നിന്നും പോകുന്ന ട്രക്കുകളാണെങ്കിലും, ബാംഗ്ലാദേശ് ബൈ റൂട്ട് പോകുന്ന ട്രക്കുകളാണെങ്കിലും, പോർട്ട് വഴിയാണെങ്കിലും ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുത്തു. തീസ്ത നദി, ബാംഗ്ലാദേശിൽ ഏറ്റവും കൂടുതൽ ഷെയ്ഖ് ഹസീനയെ കുറ്റപ്പെടുത്തിയൊരു സംഭവമാണ്. തീസ്ത നദിയിലെ റിവറിൻ്റെ വെള്ളം, ഇന്ത്യ കൂടുതൽ വെള്ളം ഹോൾഡ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴൊന്നും ഷെയ്ഖ് ഹസീന ഒന്നും മിണ്ടിയില്ല. അതുകൊണ്ട് അങ്ങനത്തെ പത്രങ്ങൾ എഴുതിയ വാർത്തകളുണ്ട്, ഷെയ്ഖ് ഹസീന ഇസ് കീപ്പിംഗ് മം ഫോർ ഇന്ത്യ. ഇങ്ങനത്തെ ഒരുപാട് തലക്കെട്ടുകളൊക്കെ അന്ന് വന്നു. ഇന്ത്യനെ സപ്പോർട്ട് ചെയ്യുന്നു. ഷെയ്ഖ് ഹസീന ഇസ് മോഡീസ് ലിറ്റിൽ സിസ്റ്റർ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിനും അന്ന് വളരെ പോപ്പുലർ ആയിരുന്നു. അപ്പോൾ തീസ്ത റിവർ മാത്രമല്ല, ചൈനയെ ഇന്ത്യയെ സംബന്ധിച്ചോളം ബാംഗ്ലാദേശ് ചൈനയുടെ കൂടെ നിൽക്കാൻ പാടില്ല, ചൈനയെ ഒരുപാട് സപ്പോർട്ട് ചെയ്യാനും പാടില്ല. അതുകൊണ്ട് ഒരുപാട് പ്രൊജക്റ്റുകളുണ്ട്. ഇപ്പോൾ ഗൊദ്ദ പവർ പ്രൊജക്റ്റ്, ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് ഒക്കെ വരുമ്പോൾ ബാംഗ്ലാദേശിനെ പ്രീതിപ്പെടുത്തിയാൽ മാത്രമേ ഇന്ത്യയുടെ കൂടെ അവർ നിൽക്കുകയുള്ളൂ. കാരണം അവർ ചൈനയുടെ കൂടെ പോയി കഴിഞ്ഞാൽ ഇന്ത്യക്ക് നല്ലൊരു ഡിപ്ലോമാറ്റിക് രീതിയിൽ നല്ലൊരു മൂവ് അല്ല. അതുകൊണ്ട് ബാംഗ്ലാദേശും ഷെയ്ഖ് ഹസീനയുടെ സമയത്ത് ഒരുപാട് സഹായങ്ങൾ ഇന്ത്യൻ ഗവൺമെൻറ്റിന് ചെയ്തു കൊടുത്തതും കൂടെയാണ് ഇതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാവുന്നത്. ഇനി അതുകൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ അവരിപ്പോഴും ഇന്ത്യ അസൈലം കൊടുക്കുന്നത്. ഇനി ഇന്ത്യക്ക് ശരിക്കും ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ അസൈലം കൊടുക്കാനുള്ള റൈറ്റ് ഉണ്ടോ? ശരിക്കും ഇന്ത്യക്ക് ഒഫീഷ്യലായിട്ട് ഇന്ത്യ ഡസ് നോട്ട് ഹാവ് എ ഒഫീഷ്യൽ റെഫ്യൂജി പോളിസി. നമ്മൾ UN റെഫ്യൂജി കൺവെൻഷൻ്റെ മെമ്പറും അല്ല. അപ്പോൾ ഇന്ത്യ ആരാണ് ഇന്ത്യയിൽ വരുന്നത്, ആരാണ് ഒരു റെഫ്യൂജി അല്ലെങ്കിൽ അസൈലം സീക്ക് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഫോറിനേഴ്സ് ആക്ട് 1946 വെച്ചിട്ട് തന്നെയാണ് ഹൂ ഇസ് എ റെഫ്യൂജി എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ തീരുമാനമാണ് ആരെ എടുക്കണം, ആരെ ഡീപ്പോർട്ട് ചെയ്യണം, ആരെ ഇവിടെ നിലനിർത്തണം എന്നൊക്കെ ഉള്ളതെല്ലാം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ തീരുമാനങ്ങളാണ്. നമുക്കങ്ങനെ ഒഫീഷ്യൽ റെഫ്യൂജി പോളിസി ഇല്ല. നമുക്ക് ചരിത്രം നോക്കുകയാണെങ്കിൽ ഒരുപാട് ഇൻസ്റ്റൻസ് കാണാൻ പറ്റും. 1959 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുയുടെ സമയത്ത് ദലൈലാമ ടിബറ്റിലുണ്ടായിരുന്ന പ്രശ്നം കാരണം ദലൈലാമയും അതിനു ശേഷം വന്ന് ഏകദേശം 1 ലക്ഷം ആൾക്കാർക്ക് ഇന്ത്യ അഭയം കൊടുത്തു. അത് വലിയ ചൈനയായിട്ട് വലിയ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തെങ്കിലും നെഹ്റു അത് ചെയ്തു. പിന്നീട് 1972 ഈദി അമീൻ്റെ കാലഘട്ടത്തിൽ, വളരെ നൊട്ടോറിയസ് ആയിട്ടുള്ള ഈദി അമീൻ്റെ കാലഘട്ടത്തിൽ 80,000-ഓളം വരുന്ന ഇന്ത്യൻ ഒറിജിൻ സിറ്റിസൻസിനെയാണ് ഇന്ത്യൻ ഗവൺമെൻറ് എയർലിഫ്റ്റ് ചെയ്തത്. അതിനുശേഷം ഒരുപാട് എക്കണോമിക് സ്ട്രെയിൻ ഉണ്ടായി. അപ്പോൾ ഇതേപോലെ ഗുജറാത്തി റോയൽസിനെയും അതേപോലെ തന്നെ മ്യാൻമാർ എന്ന് വന്ന റോഹിംഗ്യാസിനെയും LTT തമിഴ് LTTയിലുള്ള തമിഴ് ആൾക്കാരെ ഒക്കെ ഇന്ത്യ ഇതേപോലെ അസൈലം കൊടുത്തിട്ടുണ്ട്. സോ അങ്ങനെ ഒരു പോളിസിയുടെ ഭാഗമായിട്ടല്ല, ഇന്ത്യ എപ്പോഴും വളരെ പ്രൊവാക്റ്റീവായിട്ട് ഇങ്ങനെ സഹായിച്ചിട്ടുണ്ട് എല്ലാവരെയും. ഷെയ്ഖ് ഹസീനയെ വധിക്കണം, ഇവർ കൊല്ലപ്പെടേണ്ടവർ തന്നെയാണ്, അല്ലെങ്കിൽ മരണശിക്ഷ അർഹിക്കുന്ന ആൾ തന്നെയാണെന്ന് വിശ്വസിക്കപ്പെടുന്ന വലിയൊരു ജനത ബാംഗ്ലാദേശിൽ തന്നെയുണ്ട്. കാരണം അത്രയ്ക്കധികം കറപ്റ്റ് ആണെന്ന് വിശ്വസിക്കുന്ന കുറേ ആൾക്കാരാണത്. സ്വാഭാവികമായിട്ടും ഈ ഒരു പോയിന്റിൽ എന്തുകൊണ്ടാണ് അവർ ഇത്രയും വെറുക്കപ്പെടുന്നത്, എന്താണ് ഇവർ ചെയ്തത് എന്നറിയാൻ ഒരു കൗതുകം ഉണ്ടാവും. കുറേ കാര്യങ്ങളൊക്കെ നമുക്കറിയാമെങ്കിലും വളരെ ബ്രീഫായിട്ട് ഓരോ എപ്പിസോഡ്സും ഞാൻ ബ്രീഫ് ചെയ്ത് പറയാൻ ശ്രമിക്കാം. ആദ്യകാലത്ത് 1996 ഡെഫിനറ്റ്ലി ഷെയ്ഖ് മുജിബുർ റഹ്മാൻ്റെ മകളാണ്, അത് ഫാദർ ഓഫ് ദ നേഷൻ എന്ന് പറയുന്ന അവരുടെ മകളാണെന്ന് പറയുന്ന അത്രയും വലിയൊരു സിമ്പതി ഇവർക്ക് ഇലക്ഷന് കിട്ടി. 1996 ഇവർ പ്രധാനമന്ത്രിയാകുന്നു. ഇവരുടെ പാർട്ടി അവാമി ലീഗ് പാർട്ടി എന്ന് പറയുന്നത് അത് ഇവർ സ്ഥാപിച്ച പാർട്ടിയൊന്നുമല്ല. ഷെയ്ഖ് മുജിബുർ റഹ്മാൻ ആദ്യകാലത്ത് ഇതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. പിന്നീട് ഈ പാർട്ടി വളരെ പോപ്പുലറൈസ് ചെയ്തത് ഷെയ്ഖ് ഹസീനയാണ്. ഇവർ ഇലക്ഷനിൽ വന്നു, ഇലക്ഷൻ ജയിച്ചു. ആ സമയത്ത് ഇവരുടെ ഏറ്റവും വലിയ ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ കറപ്ഷനെതിരെ എന്നാണ്, അഴിമതിക്കെതിരെയാണ് ഷെയ്ഖ് ഹസീന. കാരണം ബാംഗ്ലാദേശ് സിസ്റ്റം എന്ന് പറയുന്നത് മുഴുവൻ കറപ്റ്റാണ്, നെപ്പോട്ടിസ്റ്റിക് ആണ്. ഇത് മാറ്റാൻ വേണ്ടിയുള്ള പുതിയൊരു പ്രതീക്ഷയായിരുന്നു ഷെയ്ഖ് ഹസീന 1990 കാലഘട്ടത്തിൽ.
അവരതിൽ വളരെയധികം വിജയിച്ചു എന്ന് വേണം പറയാൻ. കാരണം ആ കാലത്തുണ്ടായിരുന്ന അവരുടെ പാർട്ടിയിലും അല്ലാതിരുന്ന ഒരുപാട് കറപ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ, കോൺട്രാക്ടർമാർ, ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി നിന്ന ആൾക്കാർ, ബിസിനസ്സുകാർ, കാസിനോ ഓപ്പറേറ്റേഴ്സ്, ഇവരെ എല്ലാം അറസ്റ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് ACC ആന്റി കറപ്ഷൻ കമ്മീഷൻ കൊണ്ടുവന്നു. കറപ്റ്റ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരെയും ഇവർ ശിക്ഷിച്ചു. സ്വാഭാവികമായിട്ടും പബ്ലിക്കിന്റെ ഇടയിൽ വലിയൊരു പ്രതീക്ഷയായിരുന്നു ബാംഗ്ലാദേശിൽ. ഇവർ ഇത്രയും അധികം ആൾക്കാരെയൊക്കെ ശിക്ഷിച്ചപ്പോൾ പ്രധാനപ്പെട്ട ഒരു അനാലിസിസ് നടത്തുമ്പോൾ മനസ്സിലായി, ഇതിൽ ഒരുപാട് ആൾക്കാർ അന്നത്തെ ഒപ്പോസിഷൻ പാർട്ടിയിലുണ്ടായിരുന്ന ആൾക്കാരാണ്. നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ നിയമം ഉപയോഗിച്ച് തൻ്റെ എതിരാളികളെ ഒന്നൊന്നായി ടാർഗറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് കൊല്ലുകയായിരുന്നു ഷെയ്ഖ് ഹസീന ചെയ്തതെന്ന് പിന്നീട് ഇവർക്ക് മനസ്സിലായി. അപ്പോൾ കറപ്ഷൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് നിന്നതുകൊണ്ട് തന്നെ ഇവർ പ്രധാനമന്ത്രിയായി വളരെ പോപ്പുലറായി തുടങ്ങി. 2014 ശേഷമാണ് ഇവർക്കെതിരെയുള്ള കറപ്ഷൻ ചാർജസ് വളരെ പോപ്പുലർ ആവുന്നത്. അതിൽ പ്രധാന പങ്ക് വഹിച്ചത് അവരുടെ മകൻ തന്നെയാണ്, സജീബ് വസദ് തന്നെയാണ്. അദ്ദേഹത്തിന് കിട്ടിയ കോൺട്രാക്റ്റുകൾ, കോടിക്കണക്കിന് രൂപ വരുന്ന IT കോൺട്രാക്ട്സ് എല്ലാം അഴിമതിയായിരുന്നു. മെഗാ പ്രൊജക്ട്സ്, ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സ്, പത്മ റിവർ പ്രൊജക്ട്സ്, പൂർവാചൽ ടൗൺ പ്രൊജക്ട്, കോടികളാണ് ഇത്തരം പ്രൊജക്റ്റുകളിലെല്ലാം മറിഞ്ഞതും ഇവർ കറപ്ഷൻ വഴി കൊണ്ടുവന്നതും. അതേപോലെ ഇവർ നടത്തിയിരുന്ന അപ്പോയിൻമെന്റ്സ് എല്ലാം നമ്മൾ ഇന്ന് നെപ്പോട്ടിസ്റ്റിക് ആണെന്ന് പറയുന്ന രീതിയിൽ എല്ലാം ഇവരുടെ ലോയൽ ആയിട്ടുള്ള ആൾക്കാർ, ഇവരുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ മാത്രം വലിയ വലിയ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. മൊത്തം കൺട്രോൾ ഇവരുടെ കയ്യിലിരുന്നു. ഒരു സമയത്ത് കറപ്ഷനെതിരെ നിന്ന് അവർ ഇന്ന് ഏറ്റവും കറപ്റ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിലേക്ക് പതുക്കെ മാറി തുടങ്ങി. ഇതാണ് ഇവരുടെ ആ ഒരു ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും എങ്ങനെയാണ് ഇവർ ഇതിങ്ങനെ മാറിയതെന്നും. പിന്നീട് വന്ന എല്ലാ അഴിമതികളും ഏറ്റവും കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സിലാണ്. വലിയ വലിയ കോടിക്കണക്കിന് പ്രൊജക്ടുകളാണ് അഴിമതിയിൽ പൂണ്ടുപോയത്. ഇനി നമുക്ക് ഓരോ എപ്പിസോഡുകളും എന്താണെന്ന് ചർച്ച ചെയ്യാം. ആദ്യത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് കെയർ ടേക്കർ ഗവൺമെന്റ് അബോളിഷ് ചെയ്തു ഷെയ്ഖ് ഹസീന. നമ്മുടെ ഇന്ത്യയിൽ ഇലക്ഷൻ പോലത്തെ രീതിയല്ല. കാരണം പ്രധാനമന്ത്രി അടുത്ത ഇലക്ഷന് വരുന്ന സമയത്ത് കാരണം അവിടെ ഒരു ഫെയർ ആയിട്ടുള്ള ഇലക്ഷൻ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഒരു കെയർ ടേക്കർ ഗവൺമെന്റിനെ അപ്പോയിന്റ് ചെയ്യും. അതായത് ഇലക്ഷന് മുന്നേ 3 മാസം മുന്നേ പ്രധാനമന്ത്രിയും ഗവൺമെന്റും താഴെ ഇറങ്ങിയതിനു ശേഷം ഒരു കെയർ ടേക്കർ ഗവൺമെന്റ് വരും. വളരെ ന്യൂട്രൽ ആയിട്ടുള്ള ആൾക്കാർ, റിട്ടയർഡ് ജഡ്ജും ഒരു പാർട്ടിയോടും ഒരു തരത്തിലും ഈ അലീജിയൻസ് ഇല്ലാത്ത ആൾക്കാർ വന്നിട്ട് ഇലക്ഷൻ നടത്തും. അങ്ങനെ ഇലക്ഷൻസ് നടന്നു, വളരെ ഫെയർ ആയിട്ട് ഇലക്ഷൻ നടന്നു. പിന്നീട് ഷെയ്ഖ് ഹസീന പ്രൈം മിനിസ്റ്ററായി ഗവൺമെന്റ് പിടിച്ചെടുത്ത സമയത്ത് പിന്നീട് ഈ കെയർ ടേക്കർ സിസ്റ്റം ഇവരങ്ങ് അബോളിഷ് ചെയ്തു. കാരണം ഇന്ത്യയിൽ ഡെഫിനറ്റ്ലി അങ്ങനെയല്ല. കാരണം നമ്മുടെ സിസ്റ്റം അങ്ങനെയല്ല. അവരുടെ സിസ്റ്റത്തിൽ ആ ഒരു വിശ്വാസം ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു കെയർ ടേക്കർ സിസ്റ്റം നിലനിൽക്കുന്നത്. ഷെയ്ഖ് ഹസീന ഈ കെയർ ടേക്കർ സിസ്റ്റമെ അബോളിഷ് ചെയ്ത് കളഞ്ഞു. സ്വാഭാവികമായിട്ടും അവിടുത്തെ ഒപ്പോസിഷൻ പാർട്ടിയായ BNP, ബാംഗ്ലാദേശ് നാഷണൽ പാർട്ടിക്കും അങ്ങനത്തെ ഒരുപാട് വിഭാഗം ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല. അവരെ വരാൻ പോകുന്ന ഇലക്ഷൻ ബോയ്ക്കോട്ട് ചെയ്തു. അങ്ങനെ ഇലക്ഷൻ ബോയ്ക്കോട്ട് ചെയ്ത സമയത്ത് ഇവർ മത്സരിക്കേണ്ട ഒരുപാട് സ്ഥലത്ത് ഇലക്ഷൻ നടന്നില്ലെന്ന് മാത്രമല്ല, അവാമി ലീഗ് പാർട്ടിയുടെ ഷെയ്ഖ് ഹസീനയുടെ ആൾക്കാർ വളരെ അൺകണ്ടസ്റ്റഡ് ഇലക്ഷൻ ഇല്ലാതെ തന്നെ അവർ ജയിച്ച് മുന്നേറി. അപ്പോൾ ഇതൊരു വലിയൊരു എപ്പിസോഡായിട്ട് കണ്ടു. കാരണം ഇങ്ങനെ കെയർ ടേക്കർ ഗവൺമെന്റിനെ ഇവർ അബോളിഷ് ചെയ്ത് കളഞ്ഞു. പിന്നെ രസകരമായ സംഭവം 2018 എലക്ഷൻ അല്ലെങ്കിൽ ബാലറ്റ് സ്റ്റഫിംഗ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. എന്താണ് ഈ ബാലറ്റ് സ്റ്റഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെയൊക്കെ ഒരു സ്ഥലത്ത് നടക്കുമെന്ന് ചോദിച്ചാൽ ഇങ്ങനെയൊക്കെ നടന്നു. ഇലക്ഷന് മുന്നേ, നാളെ ഇലക്ഷൻ ആണെങ്കിൽ തലേ ദിവസമേ വോട്ടിംഗ് ബൂത്തുകളിലെല്ലാം രാത്രി നൈറ്റ് ബാലറ്റ് സ്റ്റഫിംഗ് ആണ്. രാത്രി വലിയ ട്രക്കുകൾ, അവാമി ലീഗിൻ്റെ വലിയ ട്രക്കും ആൾക്കാരും വന്ന് വോട്ടിംഗ് ബൂത്തുകളിലെല്ലാം ഓൾറെഡി ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിക്ക് വോട്ട് ഇട്ടുകൊണ്ടുള്ള ബാലറ്റുകൾ പെട്ടിക്കകത്ത് നിറച്ചു കഴിഞ്ഞു. പിറ്റേ ദിവസം ജനം വോട്ട് ചെയ്യാൻ വന്നപ്പോൾ ആരോ പറഞ്ഞു വോട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ഓൾറെഡി നിങ്ങളുടെ വോട്ടൊക്കെ ആരും ഇട്ട് കഴിഞ്ഞു. ആ സമയത്ത് ഒപ്പോസിഷൻ പാർട്ടി ചോദിക്കാൻ വന്ന ആൾക്കാരെ എല്ലാം പിടിച്ച് ജയിലിലിട്ടു. അതുകൊണ്ട് പിറ്റേ ദിവസം റിസൾട്ട് വന്നപ്പോൾ മാജിക് നമ്പർ എന്നാണ് പ്രധാനപ്പെട്ട മീഡിയ, BBC, അൽ ജസീറ ഒക്കെ കോട്ട് ചെയ്തൊരു സംഭവമുണ്ട്. റിസൾട്ട്സ് ഇൻ മാജിക് നമ്പേഴ്സ്. 99% വിജയം, 98% വിജയമാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് കിട്ടിയത്. അന്ന് ഇതിനെ വിളിച്ചിരുന്ന ഇലക്ഷൻ്റെ പേര് തന്നെ യെസ് ഓർ നോ ഇലക്ഷനാണ്. ഐദർ ഷെയ്ഖ് ഹസീനയ്ക്ക് വോട്ട് ചെയ്യുക അല്ലെങ്കിൽ വോട്ടില്ല, ഇലക്ഷൻ ഇല്ല. അങ്ങനെ ബാലറ്റ് സ്റ്റഫിംഗ് നടത്തി ഒരു ഇലക്ഷൻ മൊത്തം റിഗ് ചെയ്യുക എന്ന് പറയില്ല, അന്നത്തെ ഇലക്ഷൻ മൊത്തം ഇങ്ങനെയാക്കി ഇവർ ജയിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് ചോദിച്ചാൽ ഇങ്ങനെയൊക്കെ ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് നടന്നിരുന്നു. ബാംഗ്ലാദേശിൽ ഗണ്ണിനെക്കാട്ടും മൂർച്ചയേറിയ സാധനമാണ് നിങ്ങളുടെ ഫോൺ. ഇത് ഞാൻ പറഞ്ഞതല്ല, അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പത്രം ഇതിനെക്കുറിച്ച് എഴുതുകയാണ്. പിന്നീട് ആ പത്രം ഇതിനെക്കുറിച്ച് എഴുതിയെന്ന് പോലും നമുക്കറിയില്ല. കാരണം ഡിജിറ്റൽ സെക്യൂരിറ്റി ആക്ട് കൊണ്ടുവന്നു. രാജ്യസുരക്ഷയ്ക്ക് വേണ്ടിയും ഫേക്ക് ന്യൂസ് പ്രചരിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഗവൺമെൻറ് ഇത് കൊണ്ടുവന്നത്. പക്ഷേ ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വീട്ടിൽ ഇരുന്ന് പറയുകയാണ് വിലക്കയറ്റമുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ ജയിലിൽ പോകും. പെട്രോളിൻ്റെ വില കൂടി എന്ന് പറഞ്ഞ് നിങ്ങളൊരു പോസ്റ്റ് ഇട്ടാൽ നിങ്ങൾ ജയിലിൽ പോകും. പ്രധാനമന്ത്രിയെ കുറിച്ചിട്ട് ഒരു കാർട്ടൂൺ വരച്ചാൽ പോലും
നിങ്ങളുടെ പേന അവരെടുത്തുകൊണ്ട് പോകുന്നു മാത്രമല്ല, നിങ്ങൾ ജയിലിൽ പോകും. സോ ഗവൺമെൻറ്റിനെ കുറിച്ച് ഒന്നും തന്നെ നമുക്ക് എഴുതാൻ പറ്റില്ല. എഴുതി കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ ജയിലിലേക്കും. ഇതായിരുന്നു ഡിജിറ്റൽ സെക്യൂരിറ്റി ആക്ട്. ഒരുപാട് ന്യൂസ് പേപ്പേഴ്സ്. സോ ഇതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് പത്രങ്ങളും ടി വി ചാനലുകളും ഒന്നും ഗവൺമെൻറ്റിനെതിരെ സംസാരിക്കില്ല. പത്രങ്ങളിലൊന്നും അങ്ങനത്തെ വാർത്തകൾ ഇല്ലാണ്ടായി. കാർട്ടൂണിസ്റ്റുകളെല്ലാം പേന വലിച്ചെറിഞ്ഞു. കാരണം ജീവിച്ചിരിക്കണമെങ്കിൽ ഇതൊന്നും പറ്റില്ല. ഇങ്ങനെ പതുക്കെ ഒരു സ്റ്റുഡൻറ് മൂവ്മെൻറ്റ്സിൽ ഫേസ്ബുക്കിലൊക്കെ ഹാപ്പി ബർത്ത്ഡേ ഷെയ്ഖ് ഹസീന എന്ന് പറയുന്ന പോസ്റ്റുകൾ വന്നു തുടങ്ങി. കാരണം വേറെ ഒന്നും ഇടാൻ പറ്റില്ല. മിനിസ്റ്റർ കറപ്റ്റ് ആണെന്ന് പറഞ്ഞാൽ ഉടനെ ജയിലിൽ പോകും. ഇങ്ങനെ ഡിജിറ്റൽ സെക്യൂരിറ്റി ആക്ടിൻ്റെ ഭാഗമായി ഏകദേശം 10,000 മുകളിലുള്ള ആൾക്കാരെ ഇവർ അറസ്റ്റ് ചെയ്തു, ജയിലിലിട്ടു. കുറേ ആൾക്കാരെ ഡെത്ത് സെൻറ്റൻസിന് വിധിച്ചു. ജേർണലിസ്റ്റുകളെ സൈലൻസ് ചെയ്ത് കളഞ്ഞു. പിന്നെ ആരാണ് ഇതൊക്കെ പുറത്ത് പറയാൻ നിൽക്കുന്നത്? ഇത് വലിയ ഒരു നെഗറ്റീവ് ആസ്പെക്റ്റ് ആയിരുന്നു ഷെയ്ഖ് ഹസീനയുടെ കാലത്ത്. ബാംഗ്ലാദേശിൻ്റെ ജുഡീഷ്യറിയാണ് അടുത്ത പ്രധാനപ്പെട്ട ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത്. ആരാണ് പ്രധാനപ്പെട്ട ജഡ്ജിമാർ? ഒരിക്കലെങ്കിലും തൻ്റെ കരിയറിൽ അവാമി ലീഗ് പാർട്ടിക്കെതിരെ ഒരു വിധി പോലും പ്രസ്താവിക്കാത്തൊരു ജഡ്ജാണെങ്കിൽ മാത്രമേ പ്രധാനപ്പെട്ട ജഡ്ജിങ് പൊസിഷനിലേക്ക് ഇവിടെ എത്താൻ പറ്റുള്ളൂ. അതായത് ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിക്കെതിരെ ഒരു ജഡ്ജ്മെൻറ്റ് പോലും വിധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്വാളിഫൈഡ് ആവില്ല. അങ്ങനെ ഒരു പാനൽ ഉണ്ടാക്കി എല്ലാവരെയും തിരഞ്ഞെടുത്ത് ജുഡീഷ്യറി മൊത്തം ഇവർ ലോഡ് ചെയ്തു. ഇനി ഏറ്റവും രസകരമായ സംഭവം, ഓപ്പോസിഷൻ പാർട്ടിയിലുള്ള ആളാണെങ്കിൽ പണ്ടത്തെ നമ്മൾ റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് എന്ന് പറയുന്ന പോലെ 5 വർഷം 6 വർഷം മുന്നേ ചെറിയൊരു കല്ലെടുത്തെറിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതുപോലും വലിയ കുറ്റമാക്കി ഇവരെ ഡെത്ത് സെൻറ്റൻസിനും ജീവപര്യന്തം ശിക്ഷിച്ച ഒരു ജുഡീഷ്യൽ സിസ്റ്റമാണ്. ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് അവാമി ലീഗ് ഫ്രണ്ട്സ് എന്നാണ് വിളിക്കപ്പെട്ടിരുന്നത്. ഇലക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ഇത് ഒരു ഒഫീഷ്യൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് അവാമി ലീഗ് ഫ്രണ്ട്സ് ആണ് നടത്തുന്നത്. പാർട്ടിയിലെ പ്രധാനപ്പെട്ട ആൾക്കാർ മാത്രമാണ് ഇത് നടത്തുന്നത്. എല്ലാം എവറിത്തിങ് ഇസ് പെർഫെക്റ്റ് എന്ന രീതിയിലാണ് വരുന്നത്. അങ്ങനെ ഒപ്പോസിഷൻകാരെ എല്ലാം ഇവർ തെരഞ്ഞുപിടിച്ച് ശിക്ഷിക്കാൻ വേണ്ടിയാണ് ഇവർ ജുഡീഷ്യൽ സിസ്റ്റം ഇവർ ഉപയോഗിച്ചിരുന്നെന്നുള്ള ഒരു സത്യം കൂടെ നമുക്ക് മനസ്സിലാക്കാം. അടുത്തതാണ് ഏറ്റവും ക്രൂവലായിട്ടുള്ളൊരു സംഭവം. നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തതാണ് ജൂലൈ ജെനോസൈഡ് അല്ലെങ്കിൽ ദ ജൂലൈ അപ്രൈസിംഗ് എന്ന് വിളിക്കപ്പെടുന്നത്. തെരുവിൽ വിദ്യാർത്ഥികൾ ഇറങ്ങി UN ഒഫീഷ്യൽ കണക്കനുസരിച്ചിട്ട് 1400 പേരെയാണ് ഇവർ കൊന്നുകളഞ്ഞത്. ഇതിന് വേറെ പ്രത്യേകിച്ച് കാരണമെന്ന് ചോദിച്ചാൽ അവിടെ ബാംഗ്ലാദേശിൽ കോട്ട സിസ്റ്റം ഉണ്ട്, ജോബ് കോട്ട സിസ്റ്റം. നന്നായി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ജോലി കിട്ടുന്നില്ല. അവിടുത്തെ റിസർവേഷൻ സിസ്റ്റം അനുസരിച്ചിട്ട് ഫ്രീഡം ഫൈറ്റേഴ്സ് കോട്ട എന്ന് പറഞ്ഞൊരു കോട്ടയുണ്ട്. അതായത് പണ്ട് നമ്മുടെ ഇവിടെ ഫ്രീഡത്തിന് വേണ്ടി പോരാടിയ ആൾക്കാരുടെ ഫാമിലീസിനുള്ള റിസർവേഷനാണ്. ഈ റിസർവേഷൻ വലിയൊരു റിസർവേഷനായിരുന്നു. കാരണം ഒരുപാട് പേർക്ക് ജോലി കിട്ടുന്നില്ല. ഇത് കൂടുതലും അവാമി ലീഗ് പാർട്ടി, ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയുടെ ലോയലിസ്റ്റുകൾക്കും ആൾക്കാർക്കും മാത്രമാണ് ഇത് കിട്ടുന്നത്. സോ വിദ്യാർത്ഥികൾ പല രീതിയിൽ തെരുവിലിറങ്ങി ഇതിനെതിരെ പ്രതികരിച്ചു. ഇത് പ്രോപ്പറായിട്ടൊരു കോട്ട സിസ്റ്റം നല്ലതല്ല. ചെറിയ രീതിയിൽ തുടങ്ങിയ ഒരു മൂവ്മെൻ്റാണ്. ആദ്യമൊക്കെ കുറേ വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങി പ്രതിഷേധിച്ച് തുടങ്ങി, പ്രൊട്ടസ്റ്റ് ചെയ്ത് തുടങ്ങി. ഇപ്പോൾ ചെറിയ ടിയർ ഗ്യാസ്, റബ്ബർ ബുള്ളറ്റ്സിൽ തുടങ്ങിയ കളിയാണ്. Day 1, Day 2, Day 2, Day 3, Day 4, Day 7 Day 4, Day 5 ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ തന്നെ പബ്ലിക് ക്രൗഡിലേക്ക് പോലീസ് വെടിവെച്ച് തുടങ്ങി. അങ്ങനെ Day 6, Day 7 ഒക്കെ തുടങ്ങി കഴിഞ്ഞപ്പോൾ കമാൻഡോസും ഹെലികോപ്റ്റേഴ്സും ഡ്രോൺസിലൂടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഹെലികോപ്റ്റേഴ്സിലൂടെയൊക്കെ കമാൻഡോസും പോലീസുകാരും ആർമിയും വന്ന് എല്ലാവരെയും വെടിവെച്ചിടുന്നത്. ബാംഗ്ലാദേശി സ്ട്രീറ്റിൽ 11 ദിവസം ഇങ്ങനത്തെ പ്രൊട്ടസ്റ്റുകൾ നടന്നു. ഇൻ്റർനെറ്റ് ഷട്ട് ഡൗൺ ചെയ്തു, ആൾക്കാരെ കട്ട് ഓഫ് ചെയ്തു, 1400 പേരെ കൊന്നു കളഞ്ഞു. അവസാനം ജാലിയൻവാല ബാഗൊക്കെ ഓർമ്മ വരുന്ന പോലെ പോലീസിൻ്റെയും ആർമിയുടെയും കയ്യിൽ ബുള്ളറ്റ് ഇല്ലാണ്ടായി. ദ ന്യൂസ് പേപ്പേഴ്സ് റിപ്പോർട്ട് ചെയ്ത ദേ റാൻ ഔട്ട് ഓഫ് ബുള്ളറ്റ്സ്. ആർമി റെഫ്യൂസ് ടു ഷൂട്ട്. വെടിവെക്കാൻ ബുള്ളറ്റുകളില്ല. തെരുവിൽ മാതാപിതാക്കൾ കുട്ടികളുടെ ഫോട്ടോവും, പണ്ടൊരു കാലത്ത് ഷെയ്ഖ് ഹസീനയെ വാഴ്ത്തിപ്പാടിയിരുന്ന എല്ലാവരും അവരുടെ ഫോട്ടോ വെച്ച് തെരുവിലിറങ്ങി മാതാപിതാക്കൾ കരയുന്ന രംഗങ്ങൾ ബാംഗ്ലാദേശ് കണ്ടു. ഈ സമയത്താണ് ഇവർ ഹെലികോപ്റ്ററിൽ ഇന്ത്യയിലേക്ക് രക്ഷപ്പെട്ടു പോയത്. സോ ഇത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഇൻസിഡന്റ് തന്നെയായിരുന്നു ബാംഗ്ലാദേശിന്റെ ചരിത്രത്തിൽ. ബാംഗ്ലാദേശിന്റെ എക്കോണമി മുഴുവൻ തകർത്തതും ഷെയ്ഖ് ഹസീനയുടെ സമയത്താണ്. പക്ഷെ ആ കാലത്തൊന്നും പത്രങ്ങളിൽ ഇത് വന്നിരുന്നില്ല. പത്രങ്ങളിൽ വളരെ ഗോൾഡൻ പിക്ചറാണ് ബാംഗ്ലാദേശിനെ കുറിച്ചിട്ട്. 10% ഗ്രോത്ത് സംഭവിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ 8% ഗ്രോത്ത് ഉണ്ട്, പോവർട്ടി ഹാഫായിട്ട് കട്ട് ചെയ്തു, ബാംഗ്ലാദേശിലെ ആൾക്ക് നോബൽ സമ്മാനം കിട്ടുന്നു, മുഹമ്മദ് യൂനിഷ് റൂറൽ മൈക്രോ ഫിനാൻസ്, അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് ഇത് ബാംഗ്ലാദേശ് നല്ല വാർത്തയിൽ നിൽക്കുന്നു. പക്ഷേ ശരിക്കും മനസ്സിലാകുമ്പോഴാണ് നമുക്ക് ഒരു കാര്യം മനസ്സിലായത്. അവിടുത്തെ ഗാർമെൻറ്റ് ഇൻഡസ്ട്രി, പവർ ഇൻഡസ്ട്രി, ഇൻഫ്രാസ്ട്രക്ചർ, പ്ലാൻസ്, ഇതിലെല്ലാം ഗ്രോത്ത് വന്നതെല്ലാം അവാമി ലീഗ് പാർട്ടിയുടെ ഷെയ്ഖ് ഹസീനയുടെ ഫ്രണ്ട്സിന് മാത്രമേ ഉള്ളൂ. എസ് ആലം എന്ന് പറയുന്ന ഒരാൾ, അന്നത്തെ വെറും ഒരു അരിക്കച്ചവടക്കാരനായിരുന്ന ആൾ 10 വർഷം കൊണ്ട് അന്നത്തെ ഏറ്റവും വലിയ ഒരു റിച്ച് ബില്യണറായി മാറിയ കഥയുണ്ട്. കാരണം പ്രധാനപ്പെട്ട ബാങ്ക് ലോണുകളെല്ലാം $15 ബില്യൺ ബാങ്കിൽ നിന്നും ലോൺ കൊടുത്തത്. അവാമി ലീഗ് പാർട്ടിയുടെ ഷെയ്ഖ് ഹസീനയുടെ ഫ്രണ്ട്സ് ആരും ലോൺ തിരിച്ചടയ്ക്കാറില്ല. അങ്ങനെ തന്നെ ഒരു എക്കോണമിക്കൽ ഡെറ്റ് ട്രാപ്പ് വന്നു. പഠിച്ച
അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്, തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് 40% മുകളിലാണ്. കാരണം പഠിച്ച ആൾക്കാർക്ക് ജോലിയില്ല. 30%, 35% റിസർവേഷൻ ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ മക്കൾക്ക് അല്ലെങ്കിൽ ജനറേഷനുള്ളവരാണ്. അതെല്ലാം അവാമി ലീഗിൻ്റെ ഷെയ്ഖ് ഹസീനയുടെ ഫ്രണ്ട്സിനും ലോയലിസ്റ്റിനും ഉള്ളതാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളിലും ഇൻഫ്ലേഷൻ റേറ്റ്, ബാംഗ്ലാദേശിൻ്റെ എക്കോണമി മൊത്തം തകർന്നു പോയി. കടം എന്ന് പറയുന്നത് $100 ബില്യൺ ബാംഗ്ലാദേശിൻ്റെ കടം മറ്റ് രാജ്യങ്ങൾക്ക് തിരിച്ചു കൊടുക്കാനുള്ളത്. ഇതൊക്കെ നിർത്തിയിട്ടാണ് ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് ഒളിച്ചോടിപ്പോയത്. ഷെയ്ഖ് ഹസീന ഇത്രയും എപ്പിസോഡിലൂടെ കടന്നു പോകുമ്പോഴും ലോകരാജ്യങ്ങൾ മുഴുവൻ ഷെയ്ഖ് ഹസീനയുടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഷെയ്ഖ് ഹസീന ഇതിനെ വേറെ രീതിയിലാണ് ഉപയോഗിച്ചെന്ന് മാത്രം. ഇന്ത്യയായിട്ട് നല്ലൊരു ബന്ധം ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ത്യ എപ്പോൾ ചോദിച്ചാലും അവിടെ ഉണ്ടായിരുന്ന ആൻറ്റി ഇന്ത്യ റിബൽസ് എല്ലാം ബാംഗ്ലാദേശിൽ പോയാണ് ഒളിക്കുന്നത്. ഇന്ത്യ റിക്വസ്റ്റ് ചെയ്താൽ ഉടനെ തന്നെ ഇവരെല്ലാം ക്ലീനപ്പ് ചെയ്ത് കൊടുക്കാനുള്ളൊരു ജോലിയും ഷെയ്ഖ് ഹസീന ചെയ്തിരുന്നു. ചൈന അവിടെ വന്ന് ഒരുപാട് പ്രൊജക്റ്റുകൾ ഇൻവെസ്റ്റ് ചെയ്തു. പവർ പ്ലാന്റ്സ്, ബ്രിഡ്ജ്, ഇൻഫ്രാസ്ട്രക്ചർ, വലിയ ചെക്ക് ബുക്കുമായിട്ടാണ് ഇവർ വന്നത്. എല്ലാം വാങ്ങിയെടുത്തു. ഒരുപാട് പ്രൊജക്റ്റുകളെല്ലാം ഷെയ്ഖ് ഹസീന പോയി റിബണൊക്കെ കട്ട് ചെയ്ത് നിൽക്കുന്ന ഫോട്ടോസ് വരുത്തി. PR ഇമേജ് വളരെ സ്ട്രോങ് ആയിട്ട് വരുത്തി. വലിയ കടം ചൈനക്കാരായിട്ട് വരുത്തി വെച്ചു. അമേരിക്ക, വെസ്റ്റേൺ കൺട്രീസ് എന്നും പറഞ്ഞിരുന്നൊരു കാര്യമാണ് ജേർണലിസ്റ്റുകളെ കൊല്ലരുത്, മീഡിയ എത്തിക്സ് വേണം. ഇതെല്ലാം കേട്ട് ഇവരുടെ ക്ലൈമറ്റ് ചേഞ്ചിന് വേണ്ടിയുള്ള കുറേ അവാർഡുകളും ഇതെല്ലാം വാരിക്കൂട്ടി. അമേരിക്കയിൽ നിന്നും വെസ്റ്റ് രാജ്യങ്ങളിൽ നിന്നും ഒരുപാട് അവാർഡ്, ചാമ്പ്യൻ ഓഫ് ദി എർത്ത്, ഫ്രണ്ട്സ് ഓഫ് ദി റെഫ്യൂജി, ഇങ്ങനത്തെ കുറേ അവാർഡുകളെല്ലാം ഇവർ കരസ്ഥമാക്കി. റഷ്യയുടെ കയ്യിൽ നിന്ന് പിന്നെയും ഓയിൽ വാങ്ങിച്ചു. ഒരുപാട് സ്ഥലങ്ങൾ ഇപ്പോൾ ഇന്ത്യയുടെ തന്നെ പറയുകയാണെങ്കിൽ ആ സമയത്ത് ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റിന് ഫണ്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ പത്മ റിവർ പ്രൊജക്റ്റ്, നൂപുർ ന്യൂക്ലിയർ പ്ലാന്റ്, രാംപാൽ പവർ പ്ലാന്റ്, ഇതിനകത്തൊക്കെ എല്ലാം അഴിമതികൾ നടന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിനുശേഷം മിയാൻമാറിൽ വന്ന 1 മില്യൺ റെഫ്യൂജീസിനെ മിയാൻമാറിൽ നിന്നും ഇവർ ബാംഗ്ലാദേശിൽ ആക്സെപ്റ്റ് ചെയ്തു. ഇവരെ ആക്സെപ്റ്റ് ചെയ്തതിന് ശേഷം ഇവർക്കുള്ള ഭക്ഷണം, ഫുഡ് എല്ലാം നിർത്തലാക്കി. പിന്നെ ഇന്ത്യയുടെയും ചൈനയുടെ അടുത്തും റിക്വസ്റ്റ് ചെയ്തു ഇവരെ ഒന്ന് ഹാൻഡിൽ ചെയ്യാമോ എന്നല്ലേ. അങ്ങനെ ഫ്രണ്ട്സ് ഓഫ് ദ റെഫ്യൂജി എന്ന് പറയുന്ന അവാർഡ് വാങ്ങിയെടുത്തു. സോ നമ്മൾ ചരിത്രം ഇങ്ങനെ ബാക്കിലേക്ക് പോയി ഇവരുടെ കാലം അനലൈസ് ചെയ്യുമ്പോൾ ഇവർ ചെയ്തു കൂട്ടിയിരിക്കുന്നത് മുഴുവൻ അബദ്ധങ്ങളാണ്. അതുകൊണ്ട് തന്നെയായിരിക്കും ഞാൻ നേരത്തെ ഈ എപ്പിസോഡ് തുടങ്ങിയ സമയത്ത് നിങ്ങളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടായിരിക്കും ഇവർ ഇത്രയും വെറുക്കപ്പെടാൻ കാരണം? ഈ ചരിത്രമൊക്കെ കേട്ട് കഴിയുമ്പോൾ നമുക്കും കുറച്ച് വെറുപ്പൊക്കെ തോന്നും. കാരണം ഇത് അവരുടെ ഗവർണൻസ് സിസ്റ്റം ആയിരുന്നു. ഇതാണ് അവർ കാഴ്ചവെച്ച ഗവർണൻസ് ബാംഗ്ലാദേശിൽ. അതുകൊണ്ട് തന്നെയാണ് അവരെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നതും. ഇനി ഇന്ത്യ അവരെ എക്സ്ട്രഡൈറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ അങ്ങോട്ട് വിട്ടുകൊടുക്കുമോ ഇല്ലേ എന്നൊക്കെ ഉള്ളത് ഇനി വരും ദിവസങ്ങളിൽ അറിയാം. സോ എന്തായാലും അടുത്തൊരു ടോപ്പിക്കുമായി കാണാം. ദിസ് ഇസ് അർജുൻ ആർ ശങ്കർ ഫോർ കോണ്ടെക്സ്റ്റ് ഇൻ IAS Factor.